നമസ്കാരം. ഫുട്ബോൾ വരുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. ഇന്നലെ എവർട്ടൺ അഗേൻസ്റ്റ് 2-2 ഡ്രോ ഒക്കെ ആയിട്ട് എനിക്കൊന്നും എന്തോ ഒരു കപ്പ് അടിച്ചെന്ന് തോന്നുന്നു. ഈ പ്രീമിയർ ലീഗിന്റെ എന്തോ പ്രീ സീസൺ ഫ്രണ്ട്ലിയുടെ ചാമ്പ്യന്മാരാവും തന്നെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സോ അതിനാദ്യമേ കൺഗ്രാജുലേഷൻസ് പറയാം. പക്ഷെ അതിനേക്കാളും മുമ്പ് അതിനുശേഷം നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഷെഷ്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ന്യൂകാസിലായിട്ട് ഊറ്റുകയാണോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം എല്ലാ റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഫാബ്രിസ് ഉൾപ്പെടെയുള്ളവർ കൺഫേം ചെയ്തത്, ഷെഷ്കോയ്ക്ക് RB ലൈപ്സിഗുമായിട്ട് ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ട്. അതായത് പുള്ളി സെലക്ട് ചെയ്യുന്ന ഒരു ക്ലബിനെ പുള്ളി സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലബ്ബ്. സോ പുള്ളി പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്ന ക്ലബ്ബ് ആയിരിക്കണമല്ലോ ആ സ്പെഷ്യൽ ക്ലബ്ബ് അല്ലേ. സോ ആ ക്ലബിന് 70 മുതൽ 80 മില്യൺ ഇടയ്ക്ക് ഈ ഡീൽ കംപ്ലീറ്റ്ലി ഡണ്ണാക്കാൻ സാധിക്കും. അതായത് 70 മില്യൺ യൂറോസിന് മേലെ കാര്യം ഡണ്ണാക്കാം എന്ന് ഫാബ്രിസ് കൺഫേം ചെയ്തു. അതിനുശേഷമാണ് ഈ ന്യൂകാസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോക്സിനെ കുറിച്ച് സീരിയസ് വാർത്തകൾ വരാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഷെഷ്കോയുടെ ഫേവറേറ്റ് ആയിട്ട് ഷെഷ്കോനെ കണ്ടുകൊണ്ടിരുന്ന ഒരു ക്ലബ്ബ് ആർസണലാണ്. ആർസണൽ ഷെഷ്കോയ്ക്ക് വേണ്ടി സീരിയസ്ലി നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷെ പുള്ളിയുടെ ഏജന്റ് പുള്ളിനെ പ്രസന്റ് ചെയ്തത് ഏതാണ്ട് മെസ്സി റൊണാൾഡോ ലെവലാണെന്നും അന്യായ സാലറി ഡിമാൻഡ്സും പിന്നെ ഒരു നീക്കവും നടത്തിയില്ല. അതായത് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇടാനോ ആ പ്രൈസ് താഴോട്ടാക്കാനോ 90 മില്യൺ മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ട് ഫിക്സഡ് കിട്ടണമെന്നൊക്കെയായിരുന്നു അന്ന് ലൈപ്സിഗിന്റെ ഡിമാൻഡ്. പിന്നീടാണ് ഈ ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. സോ ഇതിനെല്ലാം ഇടയിൽ എല്ലാ റിലയബിൾ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവം, എസ്പെഷ്യലി ആർസണൽ റിലേറ്റഡ് സോഴ്സുകളിൽ നിന്ന്, ഈ സെസ്കോയുടെ ഏജന്റ് അധികം സുഖമുള്ള ഒരു ആളല്ല ഡീൽ ചെയ്യാനായിട്ടെന്നാണ് പറയുന്നത്. സോ പുള്ളി മാക്സിമം ഊറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഡീലിന്റെ പ്രൈസ് കയറി അതായത് 70 മില്യന് കിട്ടും എന്നുള്ളിടത്ത് നിന്ന്, ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളിടത്ത് നിന്ന് ഇപ്പം 75 മില്യന്റെ ഒരു പാക്കേജ്, 75 മില്യൺ ഫിക്സഡ് പ്ലസ് 5 മില്യൺ ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ് ന്യൂകാസിൽ വിട്ടത്, യൂറോസിന്റെ പാക്കേജ് വിട്ടത് ന്യൂകാസിൽ വിട്ടത് റിജക്ട് ചെയ്തു. അവർ അതിൽ കൂടുതൽ 90 മില്യൺ എക്സസ് ആയിട്ട് പ്രൈസ് കയറുമെന്നാണ് ലൈപ്സിഗ് എക്സ്പെക്ട് ചെയ്തെന്ന് നോക്കുന്നത്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അതായത് 70 മില്യന് പോകാൻ സാധിക്കുമെന്ന് സെസ്കോയ്ക്ക് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന ക്ലബിന് എടുക്കാൻ സാധിക്കും എന്നൊരു ക്ലോസ് ഉണ്ടെങ്കിൽ, എന്തിന് ലൈപ്സിഗ് 90 മില്യന് മുകളിൽ എക്സ്പെക്ട് ചെയ്യുന്നു? എന്തിന് പ്രൈസ് കയറി പോകുന്നു? എന്തുകൊണ്ട് ഇപ്പൊ സെസ്കോ പറയാണ് ഞാൻ ന്യൂകാസിൽ എടുത്തു, ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തു, അതെ ജെന്റിൽമെൻസ് അഗ്രിമെന്റ് അങ്ങ് ഡണ്ണാക്കാം, എന്നെ അങ്ങ് 70 മില്യന് കൊടുത്തേക്കും, എന്തുകൊണ്ട് അത് വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ഇപ്പം ചോദിക്കുന്നുണ്ട്. അതിപ്പം നമുക്ക് ഇപ്പോൾ ഒരു ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അല്ലേ. സോ നിങ്ങൾക്ക് എന്താണ് അതിലുള്ളൊരു ഒപ്പീനിയൻ പറയുക? എനിക്ക് പേഴ്സണലി തോന്നുന്നത് മേ ബി പുള്ളിയുടെ ഏജന്റിന് ലൈപ്സിഗിനും ഇടയിൽ ഒരു ഡീലാണ്, ഇവൻ ഷെഷ്കോയ്ക്കും കിട്ടുമായിരിക്കും. പോകുന്ന പ്രൈസിന്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ ഇവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എത്രയും പ്രൈസ് കൂടുന്നോ അത്രയും കമ്മീഷൻ കൂടുതൽ പുള്ളിയുടെ ഏജന്റിനും പുള്ളിക്കും കിട്ടും. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഡീൽ ബിഹൈൻഡ് ദ സീൻസ് സ്റ്റക്ക് ആയിട്ടുണ്ടോ ഇതിനിടയ്ക്ക്. അതുകൊണ്ടാണോ ഈ ഒരു, അതായത് ലൈപ്സിഗിന് അറിയാം, അതുപോലെ തന്നെ സെസ്കോയ്ക്കും അറിയാം, ന്യൂകാസിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടുപേരും പുള്ളിക്ക് വേണ്ടി ഡെസ്പറേറ്റ് ആണ്, അഥവാ പുള്ളിക്ക് വേണ്ടി രംഗത്ത് സീരിയസ്ലി ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് പ്രൈസ് കയറ്റി കിട്ടും, നമുക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടും, കൂടുതൽ സാലറി ഒപ്പിച്ചെടുക്കാം. അതിനുവേണ്ടിയാണോ ഇവർ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സാലറി കൂടുതലൊക്കെ അത് പ്ലെയറിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. സാലറി പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത് എടുക്കാം, പുള്ളിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് എടുക്കുന്നത് എടുക്കാം. പക്ഷേ ഈ ജെന്റിൽമെൻസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഇപ്പൊ മാനിക്കപ്പെടുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അവിടുന്ന് നമ്മൾ ഇപ്പൊ മാഞ്ചസ്റ്റർ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാനായിട്ടാണെങ്കിൽ ഓക്കെ, അവർക്ക് അലക്സാണ്ടർ ഇസാക്കിനെ വിൽക്കണം. ഇപ്പൊ ഇസാക്കിന് പോയേ പറ്റുമെന്നാണ് കേൾക്കുന്നത്. സോ എല്ലാ റിപ്പോർട്ടുകളും വരുന്നത് പുള്ളി തിരിച്ച് ട്രെയിനിങ്ങിന് വരാനായിട്ട് സമ്മതം മൂളിയന്റെ വൺ ഓഫ് ദ റീസൺ പുള്ളിന്റെ വിൽക്കും റൈറ്റ് പ്രൈസ് കിട്ടിയാന്നുള്ള ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് പല സോഴ്സുകളിൽ നിന്നും വാർത്ത വരുന്നത്. സോ ഇസാക്ക് തിരിച്ച് ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടാതെ ലിവർപൂൾ അടുത്ത ബിഡുമായിട്ട് വരുമെന്നും ഇപ്പം പല ഡേവിഡൊക്കെ പോലത്തെ സോഴ്സുകളിൽ നിന്ന് കൺഫേം ആയി വരുന്നുണ്ട്. സോ പക്ഷേ ന്യൂകാസിലും ലിവർപൂളും തമ്മിൽ ഡിസ്കസ് ചെയ്യും, എത്രയ്ക്ക് ഡൺ ആവുമെന്ന് അറിയും. സോ അന്നിട്ട് ഒരു ബിഡ് ആഫ്റ്റർ ബിഡ് സംഭവമൊന്നുമില്ല, അടുത്തൊരു ബിഡും കാര്യം ഡണ്ണാക്കാൻ നോക്കും. പക്ഷെ അതിനു മുമ്പ് ന്യൂകാസില് ഇപ്പം ഒരു റീപ്ലേസ്മെന്റ് കണ്ടെത്തിയേ പറ്റൂ. കാരണം ന്യൂകാസിൽ ഈസ് ഹാവിംഗ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ വിത്തൗട്ട് എഡോ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. സോ അവർക്ക് എത്രയും പെട്ടെന്ന് റീപ്ലേസ്മെന്റ് കണ്ടെത്തിയേ പറ്റും. അവർ ടാർഗറ്റ് ചെയ്യുന്നതെല്ലാം ഓരോ ക്ലബ്ബുകൾ എടുത്തുകൊണ്ട് പോവാണ്. സോ ഇസാക്കിനെ അവർ കീപ്പ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ട്രാൻസ്ഫർ വിൻഡോ ഫോളോ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ലെറ്റ്സ് അവർക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ച് ഒരു വിസേനയോ അല്ലെ സെസ്കോനെ ആരെങ്കിലും സൈൻ ചെയ്ത് നോർത്തോടെ, അവർക്ക് 2 സെന്റർ ബാക്സ് മസ്റ്റാണ്. അവർക്ക് ഭയങ്കര ഷോർട്ടേജ് ആണ്. ബോട്ട്മാനൊന്നും ഷാറൊന്നും ഫിറ്റായിട്ട് എപ്പോഴും കിട്ടാറ് പോലും ഇല്ല. കൂടാതെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കേണ്ടതുണ്ട്. മിഡ്ഫീൽഡിൽ ലോങ് സ്റ്റാഫ് പോയി, അവിടെ ഷോർട്ടേജ് ഉണ്ട്. വിൽസൺ ക്ലബ്ബ് വിട്ടു. സോ ആകപ്പാട് അവർ ആഡ് ചെയ്തിരിക്കുന്ന എലാങ്കര മാത്രമാണ്.
ഇവൻ എലാങ്ക വന്നിട്ടും കാര്യമില്ല, അവർക്ക് അതിനേക്കാളും കൂടുതൽ ഡിപ്പാർച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് സീസൺ ആണ് വൺ ഓഫ് ദ തിന്നസ്റ്റ് സ്ക്വാഡാണ് ന്യൂ കാസിൽ യുണൈറ്റഡ്. സോ എല്ലാവരും ഫിറ്റായിട്ട് നിൽക്കുക, എട്ടിഹാമിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ച് ഈസിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ന്യൂ കാസിന്റെ അഡീഷൻസ് വേണം. എന്തോ 2 സെന്റർ ബാക്ക് അഡീഷൻ, ഒരു മിഡ്ഫീൽഡ് അഡീഷൻ, അറ്റ്ലീസ്റ്റ് 1 മോർ അറ്റാക്കറേലും അവർക്ക് വേണം. ഗോൾ കീപ്പർ സിറ്റുവേഷൻ അവർ റാംസ്ഡേലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ മേ ബി അവിടെ ഒരു അഡീഷൻ വേണ്ടി വരാം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയാം ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കാര്യത്തിലുള്ള? സോ ന്യൂകാസിൽ ഡെഫിനറ്റ്ലി ഡെസ്പറേറ്റ് ആയിരിക്കും സെസ്കോനെ എങ്ങനെയും ഡണ്ണാക്കി ഫാൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത് ഇസാക്കിനെ വിൽക്കുക, അതായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അതേസമയത്ത് മാൻ യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അറ്റാക്കിങ്ങിന് ഓപ്ഷൻസ് ഉണ്ട്. സെസ്കോ ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ സെസ്കോയുടെ കാര്യത്തിലൂടെ പറയാം, പുള്ളിയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് ബോക്സിലുള്ള പുള്ളിയുടെ ഏരിയൽ അബിലിറ്റി ഒക്കെ ഭയങ്കര അന്യ ലീപ്പുള്ള ഒരു പ്ലെയർ ആണ്. സോ സൂപ്പർ പ്ലെയർ ആണ്. കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേയും പുള്ളി സ്യൂട്ട് ആവും. പുള്ളിക്ക് നല്ല പേസ് ഉണ്ട്, നല്ല ആക്സലറേഷൻ ഉണ്ട്, 1-on-1 മോശമല്ല. പക്ഷെ പുള്ളിയുടെ ബിഗസ്റ്റ് എന്താണ്, ഇപ്പോൾ ഒരു പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സൈഡിൽ ഒപ്പോണന്റിനെ മാക്സിമം ബോക്സിലോട്ട് ഡ്രാഗ് ചെയ്ത്, ഇപ്പോൾ ഒപ്പോണന്റ് നമ്മൾ സിറ്റ് ബാക്ക് ചെയ്ത് അല്ല നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുകയാണ് ഇൻസൈഡ് ദ ബോക്സ്. ആ ഒരു സിറ്റുവേഷനിൽ സെസ്കോ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. കോൺസ്റ്റന്റ്ലി ക്രോസുകൾ ബോക്സിലോട്ട് വരുവാണെങ്കിൽ ഹീസ് എ ത്രെറ്റ്, ഹീസ് എ മാസീവ് ത്രെറ്റ്. സോ പുള്ളി അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അഥവാ ഞങ്ങൾക്ക് പൊസിഷൻ ഡോമിനന്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ളത് മാൻ യുണൈറ്റഡ് ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. 2, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അതർ ഏരിയാസ് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഷെഷ്കോയ്ക്ക് 70 മില്യൺ ഓക്കെ, പക്ഷെ ഇപ്പൊ ഷെഷ്കോയുടെ ഡീൽ ഡണ്ണായി 100 മില്യൺ പോയെന്ന് ഓർത്തു. പുള്ളിയുടെ സാലറി ഡിമാൻഡ്സും ഹൈ ആയി 1,000 സാലറി കൊടുക്കണമെന്ന് ഓർത്തു. സോ മറ്റൊരു സൈനിങ് സാക്രിഫൈസ് ചെയ്യേണ്ടത് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ ലിവർപൂൾ ഇസാക്കിന് വേണ്ടി അല്ലെ, ഇപ്പൊ ഈ ലിവർപൂളിൽ ഏറ്റവും വലിയ എല്ലാവരും ചോദിക്കുന്നത് എക്കിറ്റിക്ക് 95 കൊടുത്തില്ല. പക്ഷെ എക്കിറ്റിക്ക് 95 മില്യൺ ലിവർപൂൾ കൊടുക്കുക വഴി അവരുടെ മറ്റൊരു ടാർഗറ്റിനെ അവർ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. എക്കിറ്റിക്ക് വാസ് പാർട്ട് ഓഫ് ദ പ്ലാൻ. 95 അവന് കൊടുത്തു, അതായത് ടോട്ടൽ പാക്കേജ് 95, അതായത് 79 മില്യൺ പൗണ്ട്സ് അവർക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇസാക്ക് ഡീൽ സാക്രിഫൈസ് ചെയ്യേണ്ട വന്നിട്ടില്ല. അവരിപ്പോഴും അവരെത്രയാണോ എസ്റ്റിമേറ്റ് ചെയ്ത് അത് കൊടുക്കാൻ റെഡിയാണ്. 2 സെന്റർ ബാക്ക് അഡീഷൻസ് ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. അത് ഇസാക്ക് വന്നാലും ഇല്ലേലും അവിടെ കാണും. സോ ഇതെല്ലാം കൺഫേം ആയ എല്ലാ ജേർണലിസ്റ്റുകളും പറയുന്നുണ്ട്. സോ അതേസമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെസ്കോനെ 100 മില്യൺ, ഇപ്പൊ 70 മില്യൺ ഡിമാൻഡ് ചെയ്ത എക്സ്പെക്ട് ചെയ്തിട്ടുന്ന 100 മില്യണിലോട്ട് പാക്കേജ് പോയി, കൂടുതൽ സാലറി ഓഫർ ചെയ്യേണ്ട വന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലെറ്റ്സ് അവർക്ക് ഒരു മിഡ്ഫീൽഡർ വേണം, ഒരു ഗോൾ കീപ്പർ വേണം, ഐഡിയലി ഒരു നല്ലൊരു വിങ് ബാക്കോട് ഉള്ളത് നല്ലതാണ്. പക്ഷെ പോട്ടെ, ഈ 2 ഒരു മിഡ്ഫീൽഡറിനെ ഒരു ഗോൾ കീപ്പറിനെ സൈനിങ്സ് സാക്രിഫൈസ് ചെയ്യേണ്ട വരുവാണ്. ഫോർ എക്സാമ്പിൾ ലാമൻസിനെ 17 മില്യൺ പൗണ്ട്സിന് ആൻഡ്വർപ്പിൽ നിന്ന് കിട്ടും. കാര്യമെല്ലാം പേഴ്സണലി എല്ലാം അഗ്രി നിൽക്കുവാണ്. മേ ബി അവർ ടാർഗറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഡോണറൂമയുടെ പേരൊക്കെ ലിങ്ക് ആക്കിയേക്കുന്നത്, അഥവാ അത് നടന്നില്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് അത് പുള്ളി ചെയ്യാനായിട്ടായിരിക്കും ഇരിക്കുക. സോ ഈ ഷെഷ്കോ ഡീൽ നടക്കുക വഴി 100 മില്യൺ കൊടുക്കേണ്ടി വന്നു, എക്സ്ട്രാ 30 മില്യൺ ബഡ്ജറ്റ് മേടിപ്പോയി. ഓക്കെ, നമുക്കാണെങ്കിൽ ആ സൈനിങ് സാക്രിഫൈസ് ചെയ്യാം എന്ന് ഡിസിഷൻ എടുക്കണം. ഒനാനേനെയും ബൈന്ദറിനെയും വെച്ച് തന്നെ ഈ സീസൺ പോവാം. അത് ബാക്ക് ഫെയർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ബാക്ക് ഫെയർ ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ലാസ്റ്റ് സീസണിൽ അറ്റാക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്യണം, മസ്റ്റാണ്, എല്ലാമാണ്. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാച്ച് കണ്ട എല്ലാ ഫാൻസും ഒരേ സ്വരത്തിൽ പറഞ്ഞാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ അത് മിഡ്ഫീൽഡാണ്. മാൻ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിൽ ഒരു ഓർക്കസ്ട്രേറ്റർ ഇല്ല. ഒരു ഗെയിം ഇപ്പം എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഇപ്പൊ റോഡ്രി ഉണ്ട് സിറ്റിക്ക്, സുബിമെൻഡി ഉണ്ട് ആർസണലിന്, ഗ്രാവംബർഗും മക്കലിസ്റ്ററും ഉണ്ട് ഹു ക്യാൻ ഡിക്റ്റേറ്റ് ദ ഗെയിം ഇൻ ലിവർപൂൾ. സോ ഈവൻ ബെർഗ്വാൾ ടു ആൻ എക്സ്റ്റെന്റ് ക്യാൻ ഡു ഇറ്റ് ഫോർ ടോട്ടൻഹാം ഹോട്ട്സ്പർ. ടോട്ടൻഹാം ഇനിയും മിഡ്ഫീൽഡേഴ്സിനെ നോക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ചെൽസിക്ക് കൈസിയോടെ ഉണ്ട്, എൻസോ ഉണ്ട്, അവർ എസൂജോനെ ആഡ് ചെയ്തു, ലാവിയ ഓൾറെഡി അവിടെ ഉണ്ട്. സോ അങ്ങനത്തെ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ ഹു ക്യാൻ ഡിക്റ്റേറ്റ് ദ ഗെയിം, ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് ആ ഒരു എക്സാക്ട്ലി പറയാനായിട്ടാണ് ഒരു ടോണി ക്രൂസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഫ്രാങ്കി ഡിയോങ് പ്രൊഫൈൽ അവർക്കില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇല്ല. അതൊരു ബിഗസ്റ്റ് ഇഷ്യൂ ആണ്. എസ്പെഷ്യലി 3-4-3 സിസ്റ്റം ഇങ്ങനെ കളിപ്പിക്കുമ്പോഴേക്കും മിഡ്ഫീൽഡ് ജനറൽ മസ്റ്റാണ്. ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള someone who can run the game from the back, അല്ലെ ആ മിഡ്ഫീൽഡിൽ നിന്നുണ്ട്. സോ അങ്ങനെ ഒരു അഡീഷൻ യുണൈറ്റഡ് കൊണ്ടുവന്നിട്ടില്ല. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹുൾമുൺ ലിങ്ക്സ് കാണുന്നുണ്ട്, എഡർസണുമായിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്, ഫെർമിൻ ലോപ്പസ് റീസെന്റ് ആണ്, ബട്ട് കസാഡോ ലിങ്ക്സും കാണുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഡീലുകൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ട വരുവാണ്. ജഷാരിനെ അവർ നോക്കിയിരുന്നു, ഹു ഇസ് എ റിയലി ഗുഡ് പ്രൊഫൈൽ, പക്ഷെ അവരെ ജഷാരി AC മിലാൻ മതി എന്ന് പറഞ്ഞിരിക്കുവാണ്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡീലും കൂടെ സാക്രിഫൈസ് ചെയ്യേണ്ട വരുവാണ് ഈ സെസ്കോയുടെ പിന്നാലെ പോയി. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓഗസ്റ്റ് 4 ഇനി 10-26 ദിവസവും കൂടെ ഉള്ളൂ ട്രാൻസ്ഫർ വിൻഡോ. ഒരു ഡീൽ ഡൺ ചെയ്യണം, കാര്യങ്ങൾ പുള്ള് ചെയ്യണം.
ഒരു സീരിയസ്ലി മാൻ യുണൈറ്റഡ് ഒരു മിഡ്ഫീൽഡിൽ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സെസ്കോ ഡീലിന് വേണ്ടി പോയി അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ സീസണിനെ അത് നെഗറ്റീവ്ലി ബാധിക്കും. ഈവൻ ഷെഷ്കോ വന്നില്ലെങ്കിലും ദർ ഇസ് ഹോയിലൻ, സിർസ്കി, എംബൂമോ, കുൻഹ, ബ്രൂണോ ഫെർണാണ്ടസ്, അമാദിയാൽ ഇവരെല്ലാം അത്യാവശ്യം ഗോളുകൾ സ്കോർ ചെയ്യും. ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി മിഡ്ഫീൽഡിൽ യു നീഡ് സമ്മൺ ടു ക്രിയേറ്റ് ദോസ് ചാൻസസ്. ഇപ്പോൾ ഒപ്പോണന്റ് കോൺസ്റ്റന്റ്ലി ഒഫൻസീവ്ലി അഥവാ ഡിഫൻസീവ് ട്രാൻസിഷനിൽ യുണൈറ്റഡിനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര നല്ല അറ്റാക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും യുണൈറ്റഡിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് സീസൺ സിറ്റി ഏറ്റവും വലിയ എക്സാമ്പിൾ. സോ അത് യുണൈറ്റഡിന് ഒരു പാടാണ്. യുണൈറ്റഡ് പല ഗെയിമിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കസമീറോ, ഉഗാർട്ടെ സോളിഡ് ആണ്, പക്ഷെ അവർ രണ്ടുപേരും ഡബിൾ പിവറ്റ് വന്നാൽ ക്യാൻ ദേ റൺ ദ ഗെയിം? ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. സോ മാൻ യുണൈറ്റഡ് അത് അഡ്രസ് ചെയ്യുകയോ ഇല്ലയോ? അതുപോലെ തന്നെ ഗോൾ കീപ്പർ സിറ്റുവേഷൻ ഒനാനെ വെച്ച് നെക്സ്റ്റ് സീസൺ 100% ഇപ്പം നോൺ യുണൈറ്റഡ് ഫാൻ ഞാൻ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ പറയും, ഈ സൊനാന ഫസ്റ്റ് ചോയ്സ് നിങ്ങൾ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. സെസ്കോയ്ക്ക് എത്ര വരെ പോവാം? അപ്പോൾ വേറെ സ്ട്രൈക്കേഴ്സ് മാർക്കറ്റിലുണ്ട്, റൈറ്റ് പ്രൈസിന് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കട്ട് പ്രൈസിൽ സ്ട്രൈക്കർ അത്രയ്ക്ക് അത്യാവശ്യമാണ്. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാൻ യുണൈറ്റഡ് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ.